എക്സാമിൻ്റെ ഡേറ്റ് വന്നപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, മിസ് ഇനിയുള്ള ദിവസങ്ങളിൽ കറക്റ്റായിട്ട് പോർഷൻസ് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ തരുമോ എന്നുള്ള കാര്യം. സോ നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ തരാതിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓണം എക്സാമിന് വേണ്ടിയുള്ള ടൈം ടേബിൾ, എങ്ങനെയാണ് ഓണം എക്സാമിന് നമ്മൾ കറക്റ്റായിട്ട് പോർഷൻസ് തീർത്ത് പഠിച്ചു പോകുക എന്നതിനുള്ള ഒരു പെർഫെക്റ്റ് ടൈം ടേബിൾ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ടൈം ടേബിൾ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അഥവാ നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. അപ്പം മെയിനായിട്ട് ആദ്യം എൻ്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓഗസ്റ്റ് 20-നാണ് നമ്മളുടെ എക്സാം വരുന്നത്, അഥവാ ഓണം എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 20-നാണ്. സോ നമ്മൾ എയിം ചെയ്യേണ്ടത് മിനിമം ഒരു 10 ദിവസം മുന്നെങ്കിലും നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഓഗസ്റ്റ് 10-നെങ്കിലും നിങ്ങൾ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് റിവിഷന് വേണ്ടിയിട്ട് റെഡി ആവുന്ന രീതിയിൽ വേണം നമ്മൾ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട്. സോ അതിന് എൻ്റെ കുട്ടികൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് എഴുതി വെക്കാം. സോഷ്യൽ സയൻസ് ആണെങ്കിലും ബേസിക് സയൻസ് ആണെങ്കിലും ഏതാണോ നിങ്ങളുടെ സബ്ജക്ട്സ്, ആ സബ്ജക്റ്റിലെ ഓരോ സബ്ജക്റ്റും എത്ര ചാപ്റ്റേഴ്സ് വീതമാണ് നിങ്ങൾക്ക് ഓണം എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്, അതിലേതൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതെല്ലാം കറക്റ്റായിട്ട് നിങ്ങളൊരു ബോധ്യം വരുത്തുക എന്നതാണ്. ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് അതിൽ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ. ആൻഡ് അടുത്ത കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെല്ലാത്തിനും ഓരോ ഡെഡ് ലൈൻസ് കൊടുക്കണം. അതായത് ഇപ്പോൾ ഇത്ര ദിവസം, ജൂലൈ 13-ാം തീയതി ഞാൻ ഈ ചാപ്റ്റർ പഠിച്ചു തീർക്കും. അങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് നിങ്ങളിപ്പോൾ എഴുതി വെച്ചിട്ടുള്ള ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് ഈ ഓഗസ്റ്റ് 10-ന് മുന്നേ നിങ്ങൾ ഓരോ ഡെഡ് ലൈൻസ് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പോലെ ആയതുകൊണ്ടാണ് മിസ് അത് കൃത്യമായിട്ട് പറയാത്തത്. അപ്പോൾ ഇന്ന ദിവസത്തിനുള്ളിൽ ഞാനത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്റേഴ്സിനും കൊടുക്കുക. ആൻഡ് അതിനുള്ളിൽ നിങ്ങൾ എന്തായാലും തീർത്തിരിക്കണം. ഓക്കെ. അപ്പോൾ അത് എന്തായാലും ഇപ്പോൾ നമ്മൾ എഴുതുന്ന സാധനത്തിന് ഇനി ഡിസ്ട്രാക്ഷൻസ് ഇല്ല, അല്ലേ? നിങ്ങൾക്ക് ടൈം ഞാൻ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു എന്നുള്ള കാര്യമൊന്നും ഇനി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇനിയുള്ള ദിവസം വിത്തൗട്ട് ഡിസ്ട്രാക്ഷൻസ്, അല്ലേ, ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഹൈലി കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ ഓരോ ദിവസവും എന്താണോ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് ചെയ്യുമെന്നുള്ള ഉറപ്പ് നിങ്ങൾ വരുത്തണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എങ്കിലാണ് ഈ ടൈം ടേബിളും കാര്യങ്ങളും തന്നിട്ട് നമുക്ക് കാര്യമുള്ളൂ. സോ ബേസിക്കലി ആദ്യം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനുള്ള ഡെഡ് ലൈൻസ് ഇട്ടു. ഇനിയാണ് നമ്മളുടെ ടൈം ടേബിൾ. അപ്പോൾ നമുക്ക് 2 ദിവസങ്ങളായിട്ട് നമുക്കിതിനെ മാറ്റാം. നിങ്ങൾക്ക് സ്കൂളുള്ള ദിവസങ്ങളും സ്കൂളില്ലാത്ത ദിവസങ്ങളും ഉണ്ടല്ലേ. അപ്പോൾ സ്കൂളുള്ള ദിവസങ്ങൾക്ക് സെപ്പറേറ്റ്ലി ടൈം ടേബിൾ, സ്കൂളില്ലാത്ത ഹോളിഡേയ്സിൽ സെപ്പറേറ്റ് ടൈം ടേബിളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് സ്കൂളിൽ പോകുന്ന ഒരു ദിവസം നിങ്ങൾ എങ്ങനെ പഠിക്കണം. അപ്പോൾ ഓൾറെഡി ഡെഡ് ലൈൻസ് ഇട്ടതുകൊണ്ട് നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് പഠിച്ച് തീർക്കേണ്ടത് എന്നുള്ളത്. ഇനി അത് പഠിക്കാൻ വേണ്ടിയിട്ട് ബാച്ചിലുള്ള മക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ബാച്ചിൽ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സുകളും റെക്കോർഡിങ്സും നോട്ടുകളും ഒന്നും നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ആപ്പിലുണ്ട്. ഇനി അല്ല യൂട്യൂബ് മാത്രം കണ്ട് പഠിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ വൺ ഷോട്ടുകളും കാര്യങ്ങളും നമ്മളുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതിനനുസരിച്ച് നിങ്ങൾ കാണുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഒരു സ്കൂളുള്ള ദിവസമാണെങ്കിൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യുക, കുറച്ച് വൈകി എണീക്കുന്ന ആൾക്കാരാണെങ്കിൽ മിനിമം നിങ്ങൾ ഒരു 6 മണിക്കെങ്കിലും എണീക്കുക. നിങ്ങൾ എപ്പോഴാണ് എണീക്കുന്നത് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ 6 മണി തൊട്ട് 6:30 വരെ നിങ്ങൾക്ക് എണീക്കാനും വാഷ്റൂമിൽ പോകാനും നിങ്ങളൊന്ന് ഫ്രഷ് അപ്പ് ചെയ്യാനുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് ഈ ഒരു 6 to 6:30. അത് കഴിഞ്ഞ് 6:30 തൊട്ട് 7:30 വരെ നിങ്ങൾ പഠിക്കണം. സ്റ്റഡി ടൈം എന്ന് എഴുതാനുള്ള കാരണം, നിങ്ങളിപ്പോൾ ഓൾറെഡി ഡെഡ് ലൈൻ വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അത് പഠിക്കാനാണ് ഈ സ്റ്റഡി ടൈം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റഡി ടൈമിൽ നമുക്ക് ഓൾറെഡി പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റഡി ടൈമിൽ ഇരുന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. 7 തൊട്ട് 8 വരെ പിന്നെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിലും സ്കൂളിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ സമയം പോയി. പിന്നെ 9 തൊട്ട് 4:30 വരെ നിങ്ങൾക്ക് സ്കൂളാണ്. അപ്പോൾ സ്കൂളിലേക്കൊക്കെ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് കുറച്ച് ബ്രേക്കൊക്കെ എടുക്കണം. ഒരു 4:30 തൊട്ട് 6 മണി വരെ ബ്രേക്ക് എടുക്കാം. ഇനി അല്ല നിങ്ങൾക്ക് പഠിക്കാൻ അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ സമയം കുറച്ച് നിങ്ങൾക്ക് അത് പഠനത്തിലേക്ക് ഉപയോഗിക്കാം. ഒരു പ്രശ്നം നിങ്ങളുടെ ബാക്ക്ലോഗിനനുസരിച്ചും എത്ര പഠിക്കാനുണ്ടെന്നനുസരിച്ചും എൻ്റെ കുട്ടികൾ അത് മാറ്റുക കേട്ടോ. ഇനി 6 മണി തൊട്ട് 7 മണി വരെ നിങ്ങൾ ഫാമിലി ആയിട്ട് സംസാരിക്കുക. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സമയത്ത് എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് അതായത് അമ്മ, അച്ഛ, എനിക്കിങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതൊക്കെ സംസാരിക്കാനും പഠിച്ചു തീർക്കാനും ഒരു സമാധാനമായിരിക്കും. നമുക്കൊരു ടെൻഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫാമിലി ടൈം യൂസ് ചെയ്യുക. പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയം ഉപയോഗിക്കാം. അതിനുശേഷം 7 മണി മുതൽ ഒരു 8:30 മണി വരെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ബാച്ചിലെ കുട്ടികളാണെങ്കിൽ ബാച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് ബാക്കി ആ
കൃത്യമായിട്ട് ആ ഒരു 7 മണി തൊട്ട് 8:30 വരെയുള്ളത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അത് കഴിഞ്ഞ് 8:30 തൊട്ട് 9 മണി വരെ നിങ്ങളുടെ ഡിന്നർ ടൈമാണ്, ഫുഡൊക്കെ കഴിക്കുക. അതിനുശേഷം വീണ്ടും ഒരു 9 മണി തൊട്ട് 10:30 അല്ലെങ്കിൽ ഒരു 11 മണി വരെയൊക്കെ ഇരുന്ന് എന്ത് ചെയ്യുക, നന്നായിട്ട് അങ്ങോട്ട് പഠിക്കുക. ഓക്കെ, ഒരു 10:30 വരെ എങ്കിലും മിനിമം പഠിക്കുക. രാവിലെ 6 മണിക്ക് എണീക്കുന്നതുകൊണ്ട് നിങ്ങൾ 10:30 എന്ത് ചെയ്യുക. എന്നിട്ട് പിറ്റേ ദിവസത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് പിറ്റേ ദിവസത്തേക്ക് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് കിടക്കുക. നാളെ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സ്റ്റഡി ടൈമിൽ ചെയ്യുക എന്നുള്ളത് നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്തതിന് ശേഷം സുഖമായിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണ് നിങ്ങളൊരു സ്കൂൾ ടൈമിൽ ചെയ്യേണ്ടത്. ഇനി ഹോളിഡേ ടൈമിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഇത്രയും ദിവസം ഹോളിഡേയ്സ് ഒന്നും ചെയ്യാതെ പഠിക്കാതെ വിട്ടിട്ടുണ്ടാവും. പക്ഷേ ഇനി നമുക്കത് ചെയ്തിട്ട് കാര്യമില്ല. ഈ ഹോളിഡേയ്സ് നമുക്ക് ഭയങ്കരമായിട്ട് ഈ ബാക്ക്ലോഗുകൾ തീർക്കാൻ, അതായത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരുപാട് സമയം നമുക്കുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് ആവശ്യത്തിന് ലെഷർ ടൈമും കാര്യങ്ങളും തന്നിട്ട് തന്നെയാണ് മിസ് ഹോളിഡേ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പം നിങ്ങൾ എന്നും 6 മണിക്ക് എണീക്കണ പോലെ നിങ്ങൾ എണീക്കേണ്ട, ഒരു 7:30 ആകുമ്പോൾ നിങ്ങൾ എണീക്കാൻ വേണ്ടി ശ്രമിക്കുക. അതൊക്കെ പറ്റും അല്ലേ, കുട്ടികളായതുകൊണ്ട് ഒരു 7:30 ആകുമ്പോഴേക്കും നമുക്ക് എണീക്കാൻ പറ്റും. 10 മണി വരെ ഒന്നും കിടന്നുറങ്ങാതിരിക്കുക കേട്ടോ ഇനി, കാരണം നമുക്ക് എക്സാം വരികയാണ്. ഒരു 30 ദിവസം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, അതൊന്ന് ആലോചിക്കാം. അപ്പോൾ 7:30 തൊട്ട് 8:30 വരെ നിങ്ങൾ വേക്കപ്പ് ചെയ്തു, ഫ്രഷ് അപ്പ് ഒക്കെ ചെയ്ത് സെറ്റായി. അതായത് 8:30 തൊട്ട് 9:30 വരെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആവും, അങ്ങനത്തെ എല്ലാ പരിപാടിയും. 7 തൊട്ട് 9:30 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഓക്കെ, എല്ലാം കഴിഞ്ഞ് നിങ്ങൾ 9:30 എന്തായാലും പഠിക്കാതിരിക്കാം. ഓക്കെ, ഒരു 9:30 തൊട്ട് 12:30 വരെ നിങ്ങൾ കണ്ടിന്യൂസ്ലി ഇരുന്ന് പഠിക്കണം എന്നല്ല, അതിൻ്റെ ഇടയിൽ ബ്രേക്സ് എടുക്കാം. ഒരു 5 മിനിറ്റ്സ് ബ്രേക്കൊക്കെ എടുത്തിട്ട് ബട്ട് ഒരു 9:30 തൊട്ട് 12:30 വരെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. നിങ്ങളുടെ ബാക്ക്ലോഗ്സ് ഒക്കെ വേഗം തീരും. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ഈ 9:30 തൊട്ട് 12 വരെയുള്ള ഇത്രയും വലിയൊരു സമയത്ത് സുഖമായിട്ട് തീർക്കാൻ പറ്റും കേട്ടോ. ഇനി 12 തൊട്ട് 1:30 വരെ നിങ്ങൾക്ക് ലഞ്ച് ടൈമാണ്. അതിനുശേഷം നിങ്ങൾ കുറച്ച് നേരം വിശ്രമിക്കുക. നിങ്ങൾക്ക് ഉറങ്ങണമെങ്കിൽ ഒരു 1:30 തൊട്ട് 3 മണി വരെ ബ്രേക്ക് ടൈമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, ഉറങ്ങാം, എന്തായാലും പ്രശ്നമില്ല. പിന്നെ ഒരു 3 മണി തൊട്ട് 4 മണി വരെ നിങ്ങൾ പഠിക്കുക. അത് നിങ്ങൾക്ക് റിവിഷന് വേണ്ടി ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ, ചെയ്ത് നോക്കാനുള്ള കണക്കുകൾ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയം ഉപയോഗിക്കുക. അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്കുള്ള ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു മണിക്കൂർ എന്തായാലും ഉപയോഗിക്കാം. ഓക്കെ, അതിനുശേഷം 4 തൊട്ട് 4:30 വരെ നിങ്ങൾക്ക് ടീ ടൈം തന്നിട്ടുണ്ട്, 1/2 മണിക്കൂർ ടീ ടൈം തന്നിട്ടുണ്ട്. അതിനുശേഷം 4:30 തൊട്ട് 7 മണി വരെ നിങ്ങൾക്ക് ഫാമിലി ടൈം, പ്രെയർ ടൈം, എല്ലാ പരിപാടിക്കും നിങ്ങൾക്ക് ബ്രേക്ക് അവിടെ കിട്ടി. ഇനി ഒരു 7 മണി തൊട്ട് 8:30 മണി വരെ എന്തായാലും എൻ്റെ കുട്ടികൾ ഇരുന്ന് പഠിക്കുക. 8:30 തൊട്ടിട്ട് 9 മണി വരെ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ഒരു 9 മണി തൊട്ട് 10:30 മണി വരെ നിങ്ങൾ പഠിക്കുക. ഇതെന്തുകൊണ്ടാണ് ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോളിഡേയ്സ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത്. മറ്റേ സ്കൂളിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് നല്ല ക്ഷീണമായിരിക്കും, ഒരുപാട് കാര്യങ്ങൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷേ വീട്ടിലിരിക്കുന്ന നല്ല സുഖമായിട്ട് ഉറങ്ങി എണീക്കുന്ന വീട്ടിലുള്ള ഒരു ദിവസം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതൊരിക്കലും എൻ്റെ കുട്ടികൾക്ക് ഇത് ഹെക്റ്റിക്കായിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷേ ഇങ്ങനെയെങ്കിലും എൻ്റെ കുട്ടികൾ പഠിക്കാൻ വേണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഓണം എക്സാമിന് നിങ്ങൾക്ക് പോർഷൻസ് എല്ലാം തീർന്ന് ഒരു ഓഗസ്റ്റ് 10 ആകുമ്പോഴേക്കും നമ്മൾ ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഇതിലത്തെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതനുസരിച്ച് മാറ്റാം. നിങ്ങൾ എണീക്കുന്നതിനനുസരിച്ചും കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ട് നിങ്ങളായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് പഠിച്ചു തുടങ്ങണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ. ഈ ഒരു ഓണം എക്സാം നമുക്ക് വെറുതെ കളയാൻ പറ്റില്ല, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്ക് തന്നെ വാങ്ങണം. ഇനി നിങ്ങൾക്ക് പ്രോപ്പർ ടൈം ടേബിൾ എല്ലാം തന്ന് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാം. ബാച്ചിൽ ഇപ്പോൾ ഫൈനൽ ബാച്ചുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് അങ്ങനെയും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഓണം എക്സാമിന് റെഡിയാണ്. ഇനി എനിക്ക് പഠിക്കാൻ പറ്റും, ഈ ഒരു മാസം കൊണ്ട് എനിക്ക് പഠിച്ചു തീർക്കാൻ പറ്റും എന്നുള്ളത് ഈ ഒരു ടൈം ടേബിൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. All the very best.